നമസ്കാരം. ഞാനിപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു 1.5 കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോൾ ആകെ ശോകമുഖമായി കിടന്ന ഒരു സ്ഥലം ഇപ്പോൾ വളരെ അതിമനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 ആഴ്ചയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വളരെ ക്ലിയർ ആവും, നല്ല ഭംഗിയാവും. അത്രയും മനോഹരമായി. ഇവിടെ ഒരുപാട് ആൾക്കാർ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വരുന്നൊരു സ്ഥലമാണല്ലോ, അതുകൊണ്ടാവാം ഇത്ര പെട്ടെന്ന് തന്നെ. അതുപോലെ ഇത് കണ്ട, ഓരോ മുക്കിനും റെയിൽവേ സ്റ്റേഷനകത്ത് ഇങ്ങനെ നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 25 രൂപ നിരക്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നല്ല കുഷ്യനിട്ട സീറ്റിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുപ്പൂർ ബനിയൻ ഹോൾസെയിൽ വിൽക്കുന്ന ഷോപ്പുകളാണ്. ബനിയൻ ഐറ്റംസ്, ടീഷർട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും വിൽക്കുന്ന കടകളാണ് ഈ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കടയ്ക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഹോൾസെയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. റീറ്റെയിലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. റീറ്റെയിലായിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ കാശ് ചിലപ്പോൾ ഇവിടെ കൊടുക്കേണ്ടി വരും. അതാണ് അവസ്ഥ. പക്ഷേ ഹോൾസെയിലാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻ, ഒരുപാട് കടകളാണ്. ഇത് ചുരുങ്ങിയൊരു സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത്, പക്ഷേ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. സെപ്പറേറ്റാണ്. ഇത് കണ്ട, ഇത് ഇവിടെ ഒരു പോക്കറ്റ് റോട്ടിൽ കൂടി നടന്നപ്പോൾ, ഒരൊറ്റ റോട്ടിൽ കൂടി നടന്നപ്പോൾ മാത്രം കണ്ട കുറച്ച് സ്ഥാപനങ്ങളാണ്. ഒരു വീടിൻ്റെ അകത്തൊരു മുറി, ഒരു യൂണിറ്റാണ്. പല ടീഷർട്ട് സംബന്ധമായ പല കാര്യങ്ങളും ഇവിടെ. ഇത് കണ്ട, ഇതിപ്പോൾ ഒരു എംബ്രോയ്ഡറി യൂണിറ്റാണ് ഈ കാണുന്നത്. ഇത് ഒരു കോളർ ഉണ്ടാക്കുന്ന, ഷർട്ടിൻ്റെ കോളർ പിടിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ്. അതുപോലെ ഇത് വലിയൊരു കമ്പനിയാണ്, വലിയൊരു യൂണിറ്റാണ്. ഈ യൂണിറ്റിന് മുമ്പിൽ ഗേറ്റിൽ ഞാൻ കണ്ട ഒരു സംഭവമാണ്, ഒരു ബോർഡ് കണ്ട, ഒരു ബോർഡാണ്. ബോർഡിൽ അവർക്ക് വേണ്ട സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ് അവർ പരസ്യമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. നല്ല കമ്പനിയല്ലേ, നോക്കൂ. നമുക്കിങ്ങനെ നമ്മുടെ കമ്പനിയിലാണെങ്കിൽ കാണാൻ പറ്റുമോ? അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനമാണ്. എല്ലാം ഒരൊറ്റ വഴിയിലാണ് ഞാൻ ഈ കാണിച്ചു തരുന്നതെല്ലാം. ഇദ്ദേഹം ഇവിടെ ഒറ്റക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനമാണ്. തിരുപ്പൂർ നഗരത്തിലെ ഒരു ചെറിയ റോട്ടിൽ കൂടി, അതായത് കോയമ്പത്തൂർ തിരുപ്പൂർ റോട്ടിലുള്ള ഒരു ചെറിയൊരു പോക്കറ്റ് റോട്ടിൽ കൂടി ഞാൻ നടക്കാനിട വന്നപ്പോൾ ആ റോട്ടിൽ കണ്ട കുറച്ച് കമ്പനികളുടെ ചെറിയ ചെറിയ യൂണിറ്റുകൾ മാത്രം ആ സമയത്ത് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഷോട്ട് എടുത്തിട്ടതാണ്. ആ തിരുപ്പൂർ എന്ന് പറയുന്ന നാട് നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 ലക്ഷമോ 3 ലക്ഷമോ കമ്പനികളുണ്ടാവും. കൊച്ചു ഓരോരോ വീടിൻ്റെ അകത്ത് ഉള്ള ഒരു മുറി, ഒരു യൂണിറ്റാണ്. GST രജിസ്ട്രേഷൻ എല്ലാം ഉള്ള ഒരു യൂണിറ്റാണ് അവിടുത്തെ ഒരു വീട് എന്ന് പറയുന്നത്. അത്ര വലിയ സമ്പാദ്യം ഒന്നും അവരുണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ചെറിയ വീടുകളും വൻകിട വീടുകളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ എല്ലാവരും ആ നാട്ടിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഉള്ളതിൽ അവർ ഹാപ്പിയുമാണ്. നമുക്കും, എൻ്റെ അഭിപ്രായത്തിൽ നമുക്കും ഇത് പോസിബിളാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനെയും ഉദ്യോഗസ്ഥരെയും മാത്രം എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നത് അത് ഒരു പരിധിവരെയും ഒരു ഒളിച്ചോട്ടം പോലെയല്ലേ എനിക്ക് തോന്നിയേക്കുന്നതാണ്. എനിക്കങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. ആദ്യകാലങ്ങളിൽ കുറച്ച് സമരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴങ്ങനത്തെ തൊഴിൽ പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരോ മറ്റോ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിരളമാണ്. ഈ നാട്ടിലും ഇപ്പോൾ തിരുപ്പൂരാണേലും തമിഴ്നാട്ടിൽ എവിടെയാണെങ്കിലും ഇത്തരം ഇഷ്യൂസൊക്കെ എല്ലായിടത്തും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനൊക്കെ തരണം ചെയ്ത് തന്നെയാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലേക്കാൾ സ്വല്പം കുറവുണ്ടാകുമായിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലായിടത്തും മനുഷ്യരുടെ ബുദ്ധിയും അവരുടെ ആവശ്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉഷാറായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുക. നമ്മുടെ മണ്ണ് പൊന്നാണ്, നമ്മുടെ നാട് പൊന്നാണ്. ആ മണ്ണിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നറിയോ? ടൂറിസം. ഈ കേരളത്തിലെ ഏറ്റവും നല്ല പറ്റിയ പരിപാടിയാണ് ടൂറിസം. ആ ടൂറിസത്തിന് പറ്റിയ പോലത്തെ ഒരു നാടൊന്നും തമിഴ്നാട്ടിലൊന്നുമില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഒന്നുകൂടി ഉഷാറാകേണ്ടതുണ്ട്. അന്യ നാടുകളിലേക്കൊക്കെ പോയി നമ്മുടെ നാട്ടിൽ 60 വയസ്സും 65 വയസ്സും പ്രായമുള്ള അപ്പനന്മാരും അമ്മമാരും മാത്രമുള്ള ഒരു നാടായി മാറാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടുകുടുംബമായിട്ട് തന്നെ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.